ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രിസ്മസിൻ്റെ സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ടീ ടൈം റെസിപ്പിയാണ്. ആക്ച്വലി ടീ ടൈം അല്ല നമ്മളിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം ചെയ്യുന്നത് ഏകദേശം രാത്രി 12:30-1 മണി അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയൊരു പണിയിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്രിസ്മസിൻ്റെ എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു പുൽക്കൂട് ചെയ്യണം. വളരെ ചെറിയൊരു പുൽക്കൂട് നമ്മൾ വളരെ ചെറിയൊരു ടൈമിൽ നമ്മുടെ വീട്ടിൽ വളരെ ചെറിയൊരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ചെറിയ പുൽക്കൂടിൻ്റെ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ആയപ്പോൾ തന്നെ നമുക്ക് വിശക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെയ്യണം. കണ്ടോ, ഇതാണ് നമ്മുടെ പുൽക്കൂടെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഒരുപാട് ലേറ്റായിട്ടുണ്ട്. നമ്മൾ രാത്രിത്തെ അത്താഴം കഴിഞ്ഞിട്ട് ഇപ്പം വിശക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെറിയൊരു സംഭവം ചെയ്ത് കഴിക്കാം എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ വളരെ ചെറിയൊരു പുൽക്കൂട്. നമ്മളെ പാക്കിൻ്റെ മരമില്ലേ, അടയ്ക്ക മരം, അതുകൊണ്ട് നമ്മൾ ചെയ്തൊരു ചെറിയൊരു പുൽക്കൂടാണ്. നമ്മുടെ വീട്ടിലെ ആവശ്യത്തിന് വളരെ ചെറുതായിട്ട് നമ്മളെല്ലാ വർഷവും കഴിയുന്നതിൻ്റെ പരമാവധി നമ്മൾ എല്ലാ വർഷവും ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ചെയ്യുന്നില്ല. ബാക്കി എല്ലാ വർഷവും നമ്മൾ വീട്ടിൽ ചെയ്യാറുണ്ടാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ പുൽക്കൂട്. അപ്പോൾ നമ്മൾ പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പോൾ നമുക്ക് വിശക്കുന്നുണ്ട്. നമുക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ നമുക്ക് തട്ടിക്കൊണ്ട് അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്യേണ്ട സാധനമാണ് നമ്മൾ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ഗ്ലാസ് ഗോതമ്പിൻ്റെ മാവാണ് നമ്മൾ എടുത്തേക്കുന്നത്. നമുക്ക് എല്ലാ വീട്ടിലും കാണും. വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനമാണ് ഗോതമ്പ് മാവെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പിടുക. നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന ആ ഒരു ഇതിൽ തന്നെയാണ് നമ്മൾ മാവ് കുഴച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. വേറെ സംഭവമൊന്നുമില്ല. നമ്മൾ എങ്ങനെയാണോ ചപ്പാത്തിക്ക് മിക്സ് ചെയ്യുന്നത് അതേപോലെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. കണ്ടോ, കുറച്ചൊന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സംഭവം കറക്റ്റാവും. ഇത് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കുഴച്ച് എല്ലാം റെഡിയാക്കി ലേശം എണ്ണ കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്ത് വെച്ചിട്ടിരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതേപോലെ ചെറിയ ബോൾസ് ആക്കി എടുത്താണ് നമുക്കൊന്ന് പരത്തി എടുക്കാനായിട്ട്. കാരണം ചപ്പാത്തിയുടെ കല്ലിലാണ് പരത്തുന്നുണ്ടെങ്കിൽ മമ്മയെ വിളിക്കണം. അപ്പോൾ എല്ലാവരും ഉറങ്ങിയതുകൊണ്ട് ആരുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ പൂരി പ്രഷറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം, എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കറക്റ്റ് ചപ്പാത്തിയുടെ ഷേപ്പിൽ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമുക്ക് പൂരി പ്രഷറിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. അതല്ല ആരെങ്കിലും ഒന്ന് ജസ്റ്റ് പരത്തി തന്നെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയും പരത്തിയെടുക്കാം. ഇപ്പോൾ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു ഇങ്ങനെ പൂരിയുടെ പ്രഷറിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. കുഴപ്പമില്ല, നമ്മുടെ അത്യാവശ്യമുള്ള സാധനം നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുറി നമ്മുടെ തേങ്ങ, നമ്മുടെ നാളികേരം, അതൊന്ന് ചിരകിയെടുത്തത്. പിന്നെ ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് നേന്ത്രപ്പഴം കട്ട് ചെയ്ത് കൊടുക്കാം, പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് 2 പഞ്ചസാരയും നേന്ത്രപ്പഴവും, പിന്നെ നമ്മുടെ ഇച്ചിരി ചതച്ച ഏലക്ക. പഴവും വേണം നിർബന്ധമൊന്നുമില്ല. നമുക്ക് ശർക്കര വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ പഞ്ചസാരയും നാളികേരം മാത്രം എടുക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഉള്ള സാധനങ്ങളൊക്കെ ആഡ് ചെയ്യാം. കപ്പലണ്ടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, അണ്ടിപ്പരിപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഡ്രൈ ഗ്രേപ്സ് ആഡ് ചെയ്യാം, എല്ലാം ചെയ്യാം, ഒന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ഇതേപോലെ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് ഇതേപോലെ ഒന്ന് 4 സൈഡും ഇതൊന്ന് ഒതുക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് 4 സൈഡിൽ നിന്നും പിടിച്ച് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് നമ്മൾ ഈ മോമോസൊക്കെ ഉണ്ടാക്കത്തില്ലേ, ഏകദേശം ആ ഒരു ഷേപ്പിൽ. കണ്ട, ഇതിന് വേറെ വലിയ സംഭവങ്ങളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇതേ കൂട്ട് വെച്ച് എൻ്റെ 4 സൈഡും ഇങ്ങനെ ചേർത്ത് പിടിച്ച് നമ്മൾ മൊമോസിൻ്റെ ഷേപ്പ് ഉണ്ട് ഇതേപോലെ ഒന്നാക്കിയെടുക്കും. ഇനി ഇതും പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്നാക്കിയിട്ട് അതിൻ്റെ ആ ടോപ്പ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റിയാൽ മതി. കണ്ടോ, ഇതേപോലെ പൊട്ടിച്ചെടുത്താലും മതി. ഇനി ഇതൊന്നും പറ്റുന്നില്ലെങ്കിൽ നമുക്ക് വേറെ സംഭവം കൂടെ ചെയ്യാം. കണ്ട, ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ചാൽ ഇതേപോലെ പ്രസ് ചെയ്തിട്ട് അതിനകത്ത് ഫില്ലിങ് കോരി വെക്കുക. ഇത് 4 സൈഡും പിടിച്ചങ്ങ് മടക്കിയാൽ മതി. അല്ലാണ്ട് വേറെ ഇതിനകത്ത് ഇപ്പോൾ മൊമോസ് ചെയ്യുന്നവരെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്തുകൊണ്ട് നിൽക്കാനുള്ള ടൈമില്ല, നല്ല വിശപ്പുണ്ട്. അപ്പം ഇതേ കൂട്ട് നമ്മളിങ്ങനെ 4 സൈഡിൽ നിന്ന് മടക്കി ക്ലോസ്, സംഭവം തീർന്നു. ഇങ്ങനെ ആയാലും മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഇങ്ങനെയായാലും പെട്ടെന്ന് ചെയ്തെടുക്കാം. സാധാരണഗതിയിൽ നമ്മൾ രാത്രി ഇതുപോലെ പുൽക്കൂട് വയ്ക്കുമ്പോൾ പുറത്ത് പോയി തട്ടുദോശ കഴിക്കാറാണ് പതിവ്. ഇപ്പം നമ്മുടെ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒന്നും പറ്റുന്നില്ല. അപ്പോൾ നമുക്കൊന്ന് ആവിയിൽ വെച്ച് ഒന്ന് പുഴുങ്ങിയെടുക്കാം. ഇത് നമ്മൾ ഒരു 5-6 ഉണ്ടയുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം ജസ്റ്റ് ഒന്ന് ഇഡ്ഡലി തട്ടിൻ്റെ വെച്ച് ആവിയിൽ വെച്ചൊന്ന് ഒന്ന് പുഴുങ്ങിയെടുക്കാം. പുഴുങ്ങിയെടുത്തിട്ടാണ് ഇതിനകത്ത് സംഭവം. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ആവിയിൽ പുഴുങ്ങി നമുക്ക് ഇങ്ങനെയും കഴിക്കാം,
നമ്മൾ ഇച്ചിരി ഒന്ന് ചെറിയൊരു പരിപാടി ഇതിനകത്ത് അഡീഷണൽ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്കതെല്ലാം നമ്മുടെ ഇഡ്ഡലി തട്ടിൽ പറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ച് ഇതിനെ കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കുക്കറിനകത്തിരുന്ന് നല്ല അടിപൊളിയായിട്ട് ഇത് കുക്കാകുന്നുണ്ട്. നമ്മുടെ സ്റ്റീമൊക്കെ ഇതിനകത്ത് കയറിയിട്ടുണ്ട്. നല്ലതായിട്ട് നല്ല കുക്കായിട്ട് വളരെ പെട്ടെന്നാവും. നമ്മൾ സാധാരണ ഉണ്ട വേവിക്കുന്ന ആവിയിൽ വേവിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ നമുക്കൊന്ന് ലിഡ് മാറ്റി ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഓരോന്നിനെ പുറത്തെടുക്കാം. നമുക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ പിന്നെ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇതിനൊന്ന് പൊരിച്ചെടുക്കുന്നേ ഉള്ളൂ. അത് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഓരോ ബോൾസായിട്ട് നമ്മൾ ഒന്ന് എടുത്ത് മാറ്റുക. ലാസ്റ്റത്തെ ബോളാണ്. ബോളല്ല, ഇതൊരു ഉണ്ട നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പാക്കാം. ആ ഷേപ്പൊന്നും ഒരു വിഷയമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓരോന്നായിട്ട് നമുക്ക് എണ്ണയിലൊഴിച്ച് പൊരിച്ചെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നത്, എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാം. അത് ആദ്യം തന്നെ കുറച്ച് കറുത്ത പൊടി കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഒരെണ്ണം പൊരിച്ചായിരുന്നു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് അതിൻ്റെ ആ തേങ്ങേൻ്റെ കൊത്ത് കിടന്നിട്ടാണ് അങ്ങനെ കരിഞ്ഞ് ഇത് കിടന്നത്. നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലൊന്ന് പൊരിച്ചെടുക്കാം. ഇത് നമ്മൾ പുൽക്കൂട് വെക്കുന്ന സമയത്തല്ല കേട്ടോ, നമുക്ക് ടീ ടൈമിലും അല്ലാതെയൊക്കെ നമുക്ക് കഴിക്കാം. എന്നാൽ നമ്മളെപ്പോഴും ആവിയിൽ പുഴുങ്ങി കഴിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒരു മാറ്റം വരുത്തി ഒന്ന് പൊരിച്ച് കഴിച്ചെന്നുള്ളൂ. ഇത് എന്താ പറയുക, നമ്മുടെ നല്ലതിനെ കേടാക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. ആവിയിൽ പുഴുങ്ങുമ്പോൾ നമുക്ക് ഫാറ്റൊന്നും കാണത്തില്ല. പക്ഷെ നമ്മളിപ്പോൾ ഓയിൽ ഫ്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നല്ലതിനെ കേടാക്കുന്നു, അത്രേ ഉള്ളൂ. വേറെ സംഭവമൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് സ്റ്റീം ചെയ്ത് അങ്ങനെയും കഴിക്കാം. നമ്മളങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ച് മടുത്തത് കൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്താൽ അങ്ങനെ ട്രൈ ചെയ്തു എന്നേ ഉള്ളൂ. സംഭവം കിടിലമാണ്. പുറത്ത് നല്ലൊരു ക്രിസ്പി ആയിരിക്കും, അകത്ത് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മുടെ ആ പഴവും തേങ്ങയും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള എല്ലാം കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റാം. എളുപ്പം ഫ്രൈ ആവും, വല്ല ഒരുപാട് സമയമൊന്നും വേണ്ട. ജസ്റ്റ് ആ ടോപ്പ് ഒന്നിങ്ങനെ പൊള്ളി ഇങ്ങനെ മുരിഞ്ഞ് വന്നാൽ മാത്രം മതി. അപ്പോൾ നമ്മളെല്ലാം ബോൾസ് നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ട്. വളരെ എളുപ്പം നമുക്ക് മുരിഞ്ഞ് കിട്ടും. വേറെ ഒരുപാട് ടൈമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്കിത് കഴിക്കുക എന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളെന്തായാലും ഇതേപോലെ ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നമ്മളിപ്പോൾ 4-5 മതി. ഒരെണ്ണം നമ്മൾ ഇടണം കഴിച്ചു, നമുക്ക് ഫ്രൈ ചെയ്ത് എടുത്തപ്പോൾ തന്നെ കഴിച്ചു. വിശന്നിരുന്നുകൊണ്ട് അങ്ങനെ കഴിച്ചു. പിന്നെ ഇത് 4 നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇതും ലേശം കട്ടൻ ചായയും കൂടെ കഴിച്ചാൽ സംഭവം സൂപ്പറായി. അപ്പോൾ നമുക്കതിന് ബാക്കി കൊണ്ട് വർക്കുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഫ്രണ്ട്സ്.